ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള DMK സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിലെ 4 സീറ്റ് നമ്മുടെ കമലഹാസൻ പാർട്ടിക്കാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം രാജ്യസഭയിലേക്കല്ലേ? തീർച്ചയായിട്ടും കമലഹാസൻ രാജ്യസഭാ അംഗമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഇന്നത്തെ ഒരു നില വെച്ച് നോക്കിയാൽ തമിഴ്നാട് നിയമസഭയിൽ കക്ഷി നില വെച്ച് നോക്കിയാൽ 4 സീറ്റുകളിലേക്ക് ജയിപ്പിക്കാൻ DMKക്ക് കഴിയും. 4 സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ കഴിയും. അതിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് കമലഹാസൻ വരുന്നത്. അതായത് കമലഹാസൻ്റെ മക്കൾ നീതി മയ്യം എന്ന പാർട്ടിക്കാണ് അവർ സീറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവരുടെ കണ്ടീഷൻ കമലഹാസൻ തന്നെ മത്സരിക്കണം, മറ്റൊരാൾ മത്സരിച്ചാൽ ശരിയാവില്ല എന്ന് DMK നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കമലഹാസൻ മത്സരിക്കുകയാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തമിഴ്നാട്ടിൽ ഏതാണ്ട് തമിഴ്നാട്ടിലടക്കം 8 രാജ്യസഭാ സീറ്റുകളിലെ ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അതിൽ തമിഴ്നാട്ടിൽ 6 സീറ്റുകളിലാണ് ഒഴിവ് വരുന്നത്. ഈ 6 സീറ്റുകളിൽ ഇന്നത്തെ കക്ഷി നില അനുസരിച്ച് DMKക്ക് 4 സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ പറ്റും. 2 സ്ഥാനാർത്ഥികളെ പ്രതിപക്ഷ കക്ഷിക്ക് ജയിപ്പിക്കാൻ പറ്റും. അങ്ങനെ ആ 4 സീറ്റിലേക്ക് ഇപ്പോൾ അതായത് ഒരാളെ ജയിപ്പിക്കണമെങ്കിൽ 34 വോട്ട് വേണം. 234 അംഗ സഭയാണ് തമിഴ്നാട്ടിലത്. അപ്പോൾ അതിൽ ആ 34 വോട്ട് വെച്ചിട്ട് 159 സീറ്റുകളുണ്ട് ഇവർക്ക്. അങ്ങനെ അവർക്ക് 4 കക്ഷികളെ ജയിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചു വരുന്ന ഇതിൽ തിരഞ്ഞെടുപ്പ് നടക്കും. ഇതിന് ഒരു പുറകിലേക്ക് ഇതിനൊരു ചരിത്രമുണ്ട്. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മക്കൾ നീതി മയ്യം മത്സരിക്കാൻ ഇറങ്ങിയില്ല. പകരം അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് DMKയെ പിന്തുണച്ച് നിന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ കോയമ്പത്തൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ കമലഹാസൻ അവിടെ മത്സരിക്കും, ഈ കോയമ്പത്തൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. അതിനെ എതിർത്തുകൊണ്ട് അണ്ണാമലയാണ് കോയമ്പത്തൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയത്. ആ സമയത്ത് DMK ഈ കമലഹാസനോട് ആവശ്യപ്പെട്ടു, ഇത് വോട്ടുകൾ സ്പ്ലിറ്റായി പോകരുത്, ഞങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് DMKക്ക് എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണം എന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പിന്മാറണം. പകരം കമലഹാസനെ രാജ്യസഭയിലേക്ക്, അതായത് ലോക്സഭ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയാൽ, ലോക്സഭയിൽ കമലഹാസൻ മത്സരിച്ചാൽ ഈ പറയുന്നത് പോലെ DMK പിന്തുണയ്ക്കാൻ തയ്യാറല്ല, ഒരു പക്ഷേ അങ്ങനെയെങ്കിൽ ചിലപ്പോൾ അണ്ണാമല അവിടെ ജയിച്ചേക്കും. അതുണ്ടാകാതിരിക്കാനും DMK ജയിക്കാനും വേണ്ടിയിട്ട് ഈ മക്കൾ നീതി മയ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായ കമലഹാസൻ അവിടുന്ന് പിന്മാറണം എന്നായിരുന്നു ഇവരുടെ ആവശ്യം. കമലഹാസൻ അതിന് തയ്യാറായി. പക്ഷേ കണ്ടീഷൻ ഇതായിരുന്നു, അദ്ദേഹത്തിന് പകരം രാജ്യസഭാ സീറ്റ് കൊടുക്കാം എന്നുള്ളതാണ് DMK. കാരണം ഇത്ര MLA-മാരുണ്ട്. അപ്പോൾ സമീപ ഭാവിയിൽ തന്നെ ഒഴിവുകൾ വരും, ഞങ്ങൾ പകരം ഒരു സീറ്റ് ഞങ്ങൾ അങ്ങേക്ക് തരാം എന്നുള്ളതായിരുന്നു ഇവരുടെ കണ്ടീഷൻ. അതനുസരിച്ച് കമലഹാസന് ഒരു സീറ്റ് കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല അതിലൂടെ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരായ BJPക്കെതിരായ പോരാട്ടത്തിൽ കമൽഹാസനും DMKയുടെ ഒരു കുന്തമുനയായി മാറും. DMK നമുക്കറിയാം ഈ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്നും തമിഴ്നാട്ടിനെ കേന്ദ്ര നിയമങ്ങൾ ഉപയോഗിച്ച് വരിഞ്ഞു മുറുക്കുന്നു എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് സർവകലാശാല വിഷയങ്ങളടക്കം, പ്രത്യേകിച്ചും ഗവർണറുടെ ഇടപെടലുകൾ, അവിടെ TN രവി ആണ് ഗവർണർ, അദ്ദേഹം ഒരു പഴയ IPS-കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളൊക്കെ സ്റ്റാലിന് വലിയ വിഷയമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ മദ്യനയം, തമിഴ്നാട്ടിലെ മദ്യനയത്തിലും വിഷയങ്ങളുണ്ട്. അതിനകത്തും ഗവർണർ വളരെ ശക്തമായി ഇടപെട്ടിരിക്കുകയാണ്. മാത്രമല്ല EDയുടെ അന്വേഷണം ഒരു വശത്ത് നടക്കുന്നു. ഇതൊക്കെ തമിഴ്നാട്ടിനെ സംബന്ധിച്ച് DMKയെ സംബന്ധിച്ചും സ്റ്റാലിന് MK സ്റ്റാലിനും ഒക്കെ വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ ഈ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു, അതിനെതിരെ ഈ ഒരു ഹിന്ദു പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന, സാംസ്കാരിക ദേശീയത മുന്നോട്ട് വെക്കുന്ന BJPയെ അതേ നാണയത്തിൽ എതിർക്കുക. എങ്ങനെ? തമിഴ് ദേശീയത പറഞ്ഞുകൊണ്ട്, തമിഴ് ഭാഷാസ്നേഹം പറഞ്ഞുകൊണ്ട് BJPയെ ഈ ദ്രാവിഡ കൾച്ചർ പറഞ്ഞുകൊണ്ട്, ദ്രവീഡിയൻ സംസ്കാരം, ദ്രാവിഡ സംസ്കാരം പറഞ്ഞുകൊണ്ട്, ദ്രവീഡിയൻ കൾച്ചർ പറഞ്ഞുകൊണ്ട് BJP അതേ നാണയത്തിൽ എതിർക്കുക. അതിനാണ് MK സ്റ്റാലിൻ്റെ ശ്രമം. അപ്പോൾ അതിൽ ഒരു വലിയ മുതൽക്കൂട്ടാണ് കമലഹാസൻ. കമലഹാസൻ നമുക്കറിയാം എല്ലാ കാലത്തും ഒരു ഹിന്ദു വിരുദ്ധ നിലപാടുകൾ ഉയർത്തി കാണിക്കുന്ന ഒരാളാണ് കമലഹാസൻ.
BJP മുന്നോട്ട് വെക്കുന്ന, RSS മുന്നോട്ട് വെക്കുന്ന സാംസ്കാരിക ദേശീയത, ഹിന്ദു ദേശീയത, ഹൈന്ദവ സംസ്കാരം, ഇതിനെല്ലാം അങ്ങേയറ്റം എതിർക്കുന്ന ഹിന്ദു പിന്നെ ഈ പറയുന്ന ഈ ഹിന്ദുവിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, ദർശനങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഇതിനെയൊക്കെ എതിർക്കുന്ന ഒരാളാണ് കമൽഹാസൻ. കമൽഹാസനെ സംബന്ധിച്ച് രാമൻ, ശ്രീകൃഷ്ണൻ ഇവരൊന്നും ഒരു ഐക്കൺസ്, ഒരു മാതൃകാ പുരുഷന്മാരല്ല. ഇവരെ ഒന്നും മാനിക്കാൻ കമൽഹാസൻ തയ്യാറല്ല. അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. എന്ന് മാത്രമല്ല ഇവരെല്ലാം കണിശമായിട്ട് എതിർക്കുകയും കൂടി ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ രാജ്യസഭയിലെത്തിയാൽ അത് DMKയെ സംബന്ധിച്ച് ഒരു വലിയ നേട്ടമാണ്. കാരണം ഒരു വശത്ത് നമുക്കറിയാം, നടൻ പ്രകാശ് രാജിനെ പോലെയുള്ളവർ BJPയെയും ഹിന്ദുത്വത്തെയും എന്തുമാത്രം എതിർക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ജനവികാരം അനുകൂലമല്ലാത്തത് കൊണ്ട്, അവർക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ പഹൽഗാം കൂട്ടക്കൊലയിലും മറ്റും അവർ നിശബ്ദത പാലിച്ചത്. എന്നിട്ടും ഈ പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ച് വലിയ തോതിൽ കേന്ദ്ര സർക്കാരിനെ അവർ കുറ്റപ്പെടുത്തിയതാണ്. പക്ഷേ ഇന്ത്യൻ സൈന്യത്തെ ഏതെങ്കിലും രീതിയിൽ ആരോപണം ഉന്നയിച്ചാൽ അത് അവർക്ക് വലിയ തിരിച്ചടിയാകും എന്നറിയാം. കാരണം രാജ്യം മുഴുവനും നമ്മുടെ സൈന്യത്തിന് വലിയ പിന്തുണയാണ് കൊടുത്തത്. ഒറ്റക്കെട്ടായി സൈന്യത്തെ പിന്തുണയ്ക്കുന്നതിൽ രാജ്യത്തെ പൗരന്മാരെല്ലാവരും മുന്നോട്ട് വന്നു. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചെങ്കിലും ആരും സൈന്യത്തെ വിമർശിക്കാൻ തയ്യാറായില്ല. പക്ഷേ യുദ്ധം ഒഴിവാക്കണം എന്നൊക്കെയുള്ള വാദങ്ങൾ ഉണ്ടായി. അത് ന്യായവുമാണ്. നമ്മൾ ആരെയും ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്കാരോടും യുദ്ധത്തിന് താല്പര്യമില്ല. ഇവിടെ വാസ്തവത്തിൽ DMKയും കമൽഹാസനും പ്രകാശ് രാജും എല്ലാം വലിയ തോതിൽ പ്രതിരോധത്തിലായിപ്പോയി. കാരണം ഈ സൈന്യത്തെ പിന്തുണയ്ക്കാതിരിക്കാനും കഴിയില്ല, കേന്ദ്ര സർക്കാരിനെ എതിർക്കാതിരിക്കാനും കഴിയില്ല. അങ്ങനൊരവസ്ഥയിൽ അവരെത്തി. അപ്പോൾ ഇതെല്ലാം DMKയെ സംബന്ധിച്ച് ഇതെല്ലാം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നീക്കങ്ങളാക്കി മാറ്റണം. അവർക്ക് ഈ ദ്രവീഡിയൻ കൾച്ചർ പറഞ്ഞ്, ഈ ജാതിവാദം പറഞ്ഞ്, ഈ പറയുന്ന തമിഴ് സ്നേഹം, തമിഴ് ഭാഷ, ഈ തമിഴ് സംസ്കാരം, തമിഴ് ചരിത്രം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തമിഴരെ ഇളക്കിവിട്ട്, അവരുടെ വികാരം ഇളക്കിവിട്ട് അത് വോട്ടാക്കി മാറ്റി എല്ലാ കാലത്തും തമിഴ്നാടിൻ്റെ ഭരണം തങ്ങളുടെ കയ്യിൽ നിലനിർത്താനാണ് അവർ ശ്രമിക്കുന്നത്. അവർക്കിപ്പോൾ അറിയാം, അവിടെ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ അവർക്ക് കുറച്ച് MP-മാരും നല്ല സംഖ്യ MP-മാരുണ്ട്. അവരെ സംബന്ധിച്ച് 39 സീറ്റ് തമിഴ്നാട്ടിൽ നിന്നുണ്ട്. 39 ലോക്സഭാ സീറ്റുകളാണ് തമിഴ്നാട്ടിൽ ഉള്ളത്. അപ്പോൾ ആ 39 സീറ്റും എല്ലാ കാലത്തും നേടി കേന്ദ്രത്തിൽ BJPയെ വെല്ലുവിളിച്ച് നിലനിൽക്കുക, ഈ BJPയുടെ ഈ ഒരു മുന്നേറ്റത്തെ ഏത് വിധേനയും തമിഴ്നാട്ടിൽ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ ഇപ്പോൾ തമിഴ്നാടിൻ്റെ സ്വയംഭരണാവകാശം ബില്ലൊക്കെ കൊണ്ടുവരികയാണ്. ആ പ്രമേയം അവർ പാസ്സാക്കാൻ ഉള്ള നീക്കത്തിലാണ്. പ്രമേയം പാസ്സാക്കി ബില്ല് കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ്. അങ്ങനെയൊക്കെ വലിയ തോതിൽ കേന്ദ്ര സർക്കാരിനെ എതിർത്തുകൊണ്ട്, ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒക്കെ മുന്നോട്ട് പോവുകയാണ് MK സ്റ്റാലിൻ. ആ അവസരത്തിൽ സ്റ്റാലിന് ഒരു നല്ല പോരാളി രാജ്യസഭയിൽ വേണം. ഡൽഹിയിൽ സ്റ്റാലിന് വേണ്ടി കൊല്ലാനും ചാവാനും തയ്യാറായി ഒരു പോരാളിയെ ആവശ്യമുണ്ട്. ആ പോരാളിയെയാണ് ഇപ്പോൾ സ്റ്റാലിൻ കമൽഹാസനിൽ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ സ്റ്റാലിൻ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഈ തമിഴ്നാട്ടിൽ പോലും കമൽഹാസന് വലിയ പിന്തുണയോ വലിയ വേരോട്ടമോ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഒരു നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹം വിജയിച്ചു. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ ഇനിയും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു വ്യക്തി, ഒരു നേതാവ് ഡൽഹിയിൽ പോയി കേന്ദ്ര സർക്കാരിനെതിരെ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. നമുക്കറിയാം, അവിടെ ഡൽഹിയിൽ ഈ പറയുന്ന വാദങ്ങളുമൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരെ അവിടെ ഓടിച്ചിട്ട് പിന്നെ വാക്കുകൾ കൊണ്ട് അടിച്ചോടിക്കുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ വാർത്തകളൊക്കെ പുറത്തു വന്നതാണ്. എന്തുകൊണ്ടാണ് MK സ്റ്റാലിൻ്റെ സഹോദരി കനിമൊഴി പോലും വായും പൂട്ടി മിണ്ടാതെ, പല അവസരങ്ങളിലും മിണ്ടാതെ പാർലമെൻറ്റിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ രാജ്യസഭയിൽ ഇരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. കൊടുത്താൽ നല്ല മറുപടി ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തിരിച്ചു കിട്ടും എന്നവർക്കറിയാം. പക്ഷേ ഇതൊക്കെയാണെങ്കിലും സ്റ്റാലിന് താൻ BJPക്ക് എതിരാണെന്നും BJP വിരുദ്ധ രാഷ്ട്രീയമാണ് തൻ്റേതെന്നും പറഞ്ഞ് ആ രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ, പണ്ടൊരിക്കൽ BJPയെ പിന്തുണച്ചവരാണ് DMK. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടെ ജയലളിതയുടെ എതിർപ്പ് സഹിക്ക വയ്യാതെ ആയപ്പോൾ അവസാനം BJPയെ പിന്തുണയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് 99. എന്തായാലും അത്തരത്തിൽ
ഒരു വലിയ എന്താ പറയുക നീക്കം സ്റ്റാലിൻ നടത്തിയിരിക്കുകയാണ്. ഈ കമലഹാസനെ മുന്നിൽ നിർത്തിക്കൊണ്ട് BJPക്കെതിരെ, ഹിന്ദുത്വത്തിനെതിരെ ഉള്ളൊരു യുദ്ധപ്രഖ്യാപനമാണ് ഇപ്പോൾ സ്റ്റാലിൻ നടത്തിയിരിക്കുന്നത്.